ഞാനും ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നത്. ആ സമയത്ത് പെട്ടെന്ന് പാനിക്കായി പോയി. ഞങ്ങൾ യാചിക്കുക, താഴ്മയായിട്ട് യാചിക്കുക. നല്ല വലിപ്പമുള്ള ആനയാണ്. ചെറിയ രണ്ട് കുറ്റി കൊമ്പാന്നേ ഉള്ളൂ. നല്ല തലയെടുപ്പൊക്കെ ഉള്ള ഒരു ആനയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് ഫ്രീസായി പോയി. ഇവിടെ മരിക്കുന്ന പോലെ അല്ലല്ലോ ആനയൊക്കെ ചവിട്ടിക്കൊല്ലുക, കുറ്റിക്കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് നടക്കുക, ഒരു മാസം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുക, ഇവനെ നോക്കി നടക്കുക. ഇത് മണ്ണൊക്കെ വാരി എറിഞ്ഞ് കരിയിൽ കിടക്കൂട്ടിരിക്കുക. അങ്ങോട്ട് നോക്കിയല്ല പക്കി ഇരിക്കുന്നുണ്ട് തോന്നത്തേ ഉള്ളൂ. ആനയാണെന്ന് അറിയത്തൊന്നുമില്ല. ആൾക്കാർ വസിക്കുന്ന സ്ഥലമാണ് ഇവിടെ. സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട്, ട്യൂഷൻ കഴിച്ച് രാത്രി 10 മണി കഴിഞ്ഞ് പോകുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഭയമില്ലാതെ ധൈര്യത്തോടു കൂടി രാത്രിയിലും പകലും പോകാനുള്ള സംരക്ഷണം ഉണ്ടാവണം. ഞങ്ങൾ ഇന്നലെ ഇദ്ദേഹത്തിൻ്റെ ബാക്കിൽ വന്നിട്ട് വാഴയെല്ലാം കുത്തി കൊലയൊക്കെ തിന്നെന്ന് പറയുന്നു. ഞങ്ങൾ കണ്ടില്ല, പക്ഷെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ ഭയമുണ്ട്. ഞങ്ങളും തോട്ടറമ്പിൽ താമസിക്കുന്നവരാണ്. അതുകൊണ്ട് ഇനിയും ഒരു സംഭവം ഉണ്ടാവുന്നതിന് മുമ്പ് അതിനുള്ള കരുതലുണ്ടാവണം. ഇപ്പം വയനാട്ടിലെ കേസായാലും മാനന്തവാടിയിലെ കേസ് ഞങ്ങൾക്ക് ആകെപ്പാടെ ഭയം നിൽക്കും. നമുക്ക് മനുഷ്യരല്ല, ജീവനെ ഭയമില്ല. ഒരു അപകടം വന്ന് മരിക്കുന്ന പോലെ അല്ലല്ലോ ആനയൊക്കെ ചവിട്ടിക്കൊല്ലുക, കുറ്റിക്കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനെ ഒരു വല്ലാത്ത വിഷമമാണ്. വയനാട്ടിലെ ബസ്സിൽ കണ്ടിട്ട് ആകെപ്പാടെ ഉറക്കത്തിൽ പോലും ആ രംഗം അങ്ങ് മനസ്സിൽ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് പേടി പോകുന്നുണ്ട്. ഇപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ സംഭവിക്കുന്ന പോലെ ഉള്ളൂ ആ വ്യക്തിക്ക് വന്നതും. ഒരു കുടുംബത്തിൻ്റെ നാഥനാ പോയത്. ആ മോള് ഇന്നലെ TV കൂടെ പറഞ്ഞ് കേട്ടിട്ട് ചങ്ക് പൊട്ടി സങ്കടം വന്നു ശരിക്കും. ആ കുട്ടി പറയുന്നുണ്ട്, ഞാൻ കരഞ്ഞതുപോലെ വേറെ ആരും കരയരുതിനെയും, ഒരു മക്കളും കരയാനിട വരരുതെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളും പറയുക, ആ മാനന്തവാടി സംഭവിച്ച സംഭവം ഇനിയും ഒരു മേഖലയിലും ഉണ്ടാവരുത്. അതിനുള്ള മുൻകരുതൽ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. അതിനൊരു വീഴ്ച വരുത്തരുത്. അതിന് ഗവൺമെൻറ്റിനോടും വേണ്ട അധികാരപ്പെട്ടവരോടും ഞങ്ങൾ യാചിക്കുക, താഴ്മയായിട്ട് യാചിക്കുക. ഞങ്ങളെ യാതൊരു കാരണവശാലും നിങ്ങൾക്ക് ഭീതിയില്ലാതെ ഉറങ്ങിയിട്ട് സത്യം പേടിയാ. പട്ടികളെ കുറയ്ക്കുമ്പോൾ പേടിയാ. എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഞാൻ രാത്രി കുറേ ദിവസം നോക്കും, എനിക്ക് ഭയങ്കര പേടിയാ. അവിടെ പുലി ഇറങ്ങി, അതിനിടയ്ക്ക് പുലി ഇറങ്ങി, ഈ തട്ടാക്കുടി ഭാഗത്തോട് പുലി ഇറങ്ങി എന്ന് പറഞ്ഞു. അപ്പോൾ പുലിയാണോ വരുന്നത് ആനയാണോ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. പട്ടി കിടന്ന് ഭയങ്കര കുറയ്ക്കുമ്പോൾ ഞങ്ങൾ ലൈറ്റ് അടിച്ച് ഇങ്ങനെ ദൂരത്തോട്ടൊക്കെ നോക്കും. തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പോലും ഞാൻ പറയും, പുലി ലൈറ്റ് അടിച്ച് നോക്കാം, ആനയാണോ പുലിയാണോ എന്തോന്ന് അറിയത്തില്ല. പട്ടി കഴിക്കുമ്പോൾ പേടിയാ. അപ്പം സത്യത്തിൽ ഭയങ്കരമായിട്ട് പേടിയാ. ഇനി ഞങ്ങൾക്ക് പേടിയില്ലാതെ ജീവിക്കാനുള്ള ഒരു അവസരമാണ് വേണ്ടുന്നത്. ഇവിടെ ഒറ്റയാനാണ് ഈ നിൽക്കുന്നത്. ഇപ്പം 1, 2, 3 വട്ടമായി ഇപ്പോൾ ഈ ഏരിയയിലോട്ട് കയറി ജനവാസമുള്ളിടത്തോട്ട് കയറി വരിക. ഇതിന് മുമ്പ് ഇതിന് തൊട്ടടുത്തുള്ള ഭാഗങ്ങളെല്ലാം ഇങ്ങനെ കറങ്ങി അടിച്ച് നിൽക്കുക. ഇവിടെ വനമില്ല, വനം താഴെയല്ലേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് നടക്കുക, ഒരു മാസം കൊണ്ട് ഇതിൻ്റെ പുറകെ നടക്കുക, ഇവനെ നോക്കി നടക്കുക. നടന്നു പോകുന്ന ആൾക്കാർക്ക് കാണാൻ പോലും കഴിയാത്തൊരു വേഷമാണ് ഈ ആനയുടെ. കറുപ്പ് നിറമാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് മണ്ണൊക്കെ വാരി എറിഞ്ഞ് കരിയിൽ കിടക്കൂട്ടിരിക്കുക. അങ്ങോട്ട് നോക്കിയല്ല പക്കി ഇരിക്കുന്നുണ്ട് തോന്നത്തേ ഉള്ളൂ. ആനയാണെന്ന് അറിയത്തൊന്നുമില്ല. അത് റബ്ബറിലാണ് വളർന്ന് കിടക്കുമ്പോഴേ ഈ ആന എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഒരു വന്യമൃഗം റോഡിൽ ഇങ്ങനെ ഇത്ര ആക്രമണം അഴിച്ചു വിടുമ്പോഴേ ഈ ഫോറസ്റ്റുകാർ പ്രതികരിക്കാത്തതും വളരെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. രാവിലെ ആനയെ കണ്ടത്, പേടിച്ച് പറിച്ച ഞെട്ടി പുള്ളി ഇപ്പോൾ കിതച്ചോണ്ടിരിക്കുകയാണ്. എന്തൊരു സംഭവം അത് ആക്ച്വലി ഞാൻ പത്തനാപുരം വരെ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഇവിടെ ആന ഉണ്ടെന്ന് രാവിലെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് സൈനികയും അതുപോലെ 2-3 ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ ഇപ്പോൾ വീട്ടിൽ പോകാനുള്ള മൂടിലങ്ങ് പോയതാണ്. അപ്പോൾ ഇവരുടെ ഞാൻ തിരക്കായിരുന്നു ആന ഇവിടെ നിൽക്കുന്നതെന്ന്. ഇപ്പോൾ ഇവർ പറഞ്ഞു ആന താഴെ ഭാഗത്ത് ഇവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഓൾറെഡി 3 പേരുണ്ട്, ആളുള്ളപ്പോൾ നമുക്ക് ധൈര്യമാണല്ലോ. ഞാൻ ചെറുക വണ്ടി കൊണ്ടുപോയി ഒരു 10 മീറ്റർ മുമ്പോട്ട് ഇപ്പോൾ കാണാം ആന പെട്ടെന്ന് റോഡിലോട്ട് കയറി വന്നു. അപ്പോൾ ആനയും ഞാനും ഫേസ് ടു ഫേസ് ആയിട്ട് നിന്നത്. ആ സമയത്ത് പെട്ടെന്ന് പാനിക്കായി പോയി. അപ്പോഴാണ് ആന ഇത്രയും വലിപ്പമുള്ളതാണെന്നും ഇവിടെ പൊതുവേ ഒരു ഇതുണ്ട്, ആന കാണാത്തവർ തന്നെ പല അഭിപ്രായം പറയുന്നുണ്ട്. ചിലർ തന്നെ പറയുന്നത് കുട്ടിയാനയെന്ന് വരെ പറഞ്ഞു. പക്ഷേ ഞാൻ അതിനെ നേരിട്ട് കണ്ടു, നല്ല വലിപ്പമുള്ള ആനയാണ്. ചെറിയ 2 കുറ്റി കൊമ്പാന്നേ ഉള്ളൂ. നല്ല തലയെടുപ്പൊക്കെ ഉള്ള ഒരു ആനയാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് ഫ്രീസായി പോയി. പിന്നെ പെട്ടെന്ന് വണ്ടി, പിന്നെ ആ സമയത്ത് ആനയ്ക്ക് പ്രകോപനം ഉണ്ടാകുന്ന രീതി എൻ്റെ സൈഡിൽ നിന്നൊന്നും പറ്റിയില്ല. കാരണം വണ്ടിയൊക്കെ ഓഫായിപ്പോയി. അത് ഫുൾ അവിടെ ഒരു സൈലൻസാണ്. പിന്നെ ഞാൻ പെട്ടെന്ന് വണ്ടി ജസ്റ്റ് ബാക്കിലോട്ട് ഇറക്കി റിവേഴ്സ് പോയിട്ട് സാറുമാരെ വിളിക്കായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ സേഫ് സോണിലെത്തി.